ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു സിനിമ കണ്ടു. ഐ നോബഡി. കിടിലം പടം എന്ന് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ അന്ന് ഇപ്പം രാവിലെ ഞാൻ പോയി കണ്ടാണ്. 3 മണി വരെ ഉണ്ടെന്നുള്ളൂ. അപ്പം 11 മണിക്കൂർ ഷോ വയ്ക്കണം. ഫസ്റ്റ് ഷോ ഞാൻ പോയത് ഇവിടുത്തെ. അപ്പം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പ്രത്യേകിച്ച് നല്ല ഹൈപ്പായിട്ടാണ് പോയത്. ഫസ്റ്റ് ഹാഫ് കിടിലം. അതായത് ഇപ്പം ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കൊണ്ട് കളയാതെ JXB ചെയ്യാൻ മ്യൂസിക് ഒക്കെ എഡിറ്റിങ്. അയ്യോ പേര് ഞാൻ വിട്ടു. അപ്പൊ എഡിറ്റിംഗ് ഒക്കെ പക്ക സാധനം, പക്ക ട്രാൻസിഷൻ ആയി, എന്തായാലും പക്ക ക്യാമറ ആംഗിള്, ഫൈറ്റ് സീക്വൻസ്, ഫൈറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്, ഫൈറ്റ് പിന്നെ ഡയറക്ഷൻ എല്ലാം കിടിലാണ്. സെക്കൻഡ് ഹാഫ് കൊള്ളൂല, നല്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് കിടിലാണ്. പക്ഷെ നമുക്ക് പറയാലോ, ഈ എല്ലാ മാക്സിമം സിനിമയ്ക്കൊക്കെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവച്ച് കത്തിക്കും, സെക്കൻഡ് ഹാഫിൽ കഥ കൊണ്ടുപോകാൻ സെക്കൻഡ് ഹാഫ് ഞാൻ കൊണ്ടുപോകണം. അപ്പൊ അത് ചെറിയ ലാഗ് ഫീൽ ചെയ്യും. അങ്ങനത്തെ ചെറിയ ലാഗ് അത്ര ദിവസം പടം അതിനെ അഫക്ട് ചെയ്തിരുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം പടം. ഞാൻ തുടക്കത്തിൽ തന്നെ ലക്കി ഭാസ്കർ എന്നൊക്കെയാണ് വിചാരിച്ചത്. അറിയാലോ, അങ്ങനെ സാധനമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം കിടിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ടിങ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഈ ക്യാമറ മൂവ്മെന്റ്സ്, അതിൻ്റെ ഒപ്പം തന്നെ ഈ എഡിറ്റിങ് അത് പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഈ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചമ്മൻ ചാക്കുമായിരിക്കും എഡിക്കണമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ വേറെ ആരുമാണ് പേര് ഞാൻ പറഞ്ഞു. ഇതിപ്പോ എന്താ പറയണ, സിനിമയ്ക്ക് ആ ഒരു ഫൈറ്റും എഡിറ്റിങ്ങും പറഞ്ഞപ്പോൾ ഈ പൃഥ്വിരാജും എല്ലാം കൊണ്ടും കിടിലം പാടാണ്. പൃഥ്വിരാജിന്റെ ആക്ടിങ് ഒക്കെ കിടിലാണ്. പാർവതി കിടിലുമാണ്. അതൊക്കെ എല്ലാവരും കിടിലും. അപ്പൊ ഒന്നും പാടില്ല. ഇപ്പൊ ചെറിയൊരു പിള്ളേർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ പിള്ളേരെല്ലാം അതിൽ കിടിലുമാണ്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് പോയി ആരെ പോയി ചേട്ടനെ പോലെ ചുമ്മാ വിളിച്ചിട്ട് വരണം വെച്ചത്. ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ വന്നില്ല, അതെങ്കിൽ മിസ്സായിരുന്നു. അത്രയും കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഇപ്പം നമ്മൾ പറയും പോലെ എന്താണ്, ഒരു ചുമ്മാ പൃഥ്വിരാജ പടം ചുമ്മാ ഹൈപ്പ് ചെയ്യണ്ട, അത്രയ്ക്കുള്ളതൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ പോയി കാണരുത്. കിടിലം പടമാണ്. അത്രയ്ക്കൊന്നും അങ്ങനെയല്ല, നല്ല പടമായിരുന്നു. അതൊരു ഹൈപ്പ് കൊടുക്കേണ്ട സാധനം ഉണ്ട് അതിനകത്ത്. ഹൈപ്പ് കൊടുക്കേണ്ട സാധനം ഇതിലുണ്ട്. അതായത് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയി സോങ് ഉണ്ടല്ലോ, സോങ് പേര് ഞാൻ മറന്നു. ജായ സജിദാർന്ന് അങ്ങനെ ഒന്നും പേര്, ജായ സജിദാർ അങ്ങനെ ട്യൂണ സോങ് ഇല്ല. ആ സോങ് ഒക്കെ കിട്ടി. അത് അതിന്റെ സീൻസ് ഒക്കെ നോർമൽ ആണെങ്കിലും ആ പാട്ട്, ആ സീൻ എന്നപ്പോൾ കിട്ടില്ല. നല്ല ഇഷ്ടപ്പെട്ടു. ആ സീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സ്പോയിൽ ആണ്. കാര്യം സീൻ എന്താണോ ആവുന്നത് ആ സീനാണ് ആ സിനിമയുടെ ഇതുള്ളത്. ആ സീൻ ഏത് സീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ ഫുള്ളായി പറയാൻ ഇത് തന്നെ. അപ്പൊ ചെറിയൊരു കഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു കഥ, നോർമൽ കഥ. സാധാരണ ഇങ്ങനത്തെ കഥ ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഞാൻ കണ്ടിട്ടുള്ള കഥ സിനിമയുടെ ഇതാണ്. ആ സിനിമയുടെ കഥ വേറെ, ഈ സിനിമയുടെ കഥ വേറെ. അറിഞ്ഞുകൊണ്ടും അറിയാതെ എന്നുള്ള രീതിയിലുള്ള കഥകളാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു കഥയായും എല്ലാം. അടിപൊളി പടം, അടിപൊളി പടം. നിങ്ങൾ പോയി കണ്ടു വെക്കുക. നിങ്ങൾ എല്ലാവരും പോയി കാണാൻ മാക്സിമം. ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഉള്ളല്ല പൈസ വെറുതെ കളയല്ലേ. അപ്പൊ നല്ലൊരു 150 രൂപ കൊടുത്തൊന്ന് പോയി കാണുക. പക്ക പീക്കാണ് സാധനം. ഫസ്റ്റ് ഹാഫ് ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം, ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല പീക്കായിരുന്നു. സെക്കൻഡ് ഹാഫും അവസാനം എത്തുമ്പോൾ നല്ല പീക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് പോലെ തോന്നിയാലും കുഴപ്പമില്ല. കാര്യം 1.5 മണിക്കൂറൊക്കെ വീട്ടിൽ സിനിമ കണ്ടാൽ തന്നെ അത്രയും നല്ല സിനിമയാണെങ്കിൽ പോകും. അല്ല 1.5 മണിക്കൂർ സുഖമായിട്ട് പോയി ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കുന്നു. കുറെ പോയിട്ട് ഒരു സീൻ എത്താൻ നേരത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതായിരിക്കും ഇനിയിപ്പോൾ ഇന്റർവെൽ ആവാൻ സമയമായോ എന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഇന്റർവെൽ വന്നു. സമയം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ 11 മണിക്ക് കയറിയ ഞാനാണ് 12:30 അടുപ്പിച്ച് ആവാറായി. എൻ്റെ പൊന്നു, ഞാൻ അത്രയും സമയം സുഖമായിട്ട് പോയി. എനിക്ക് തോന്നുന്നത് സമയം പോയത് അറിയാത്ത അങ്ങനത്തെ സിനിമ ഉണ്ടെങ്കിൽ ദുരന്തർ 2 ആയിരിക്കും. ദുരന്തർ 2 ആയിരിക്കും. 4 മണിക്കൂർ കാലിച്ചു നിങ്ങൾ സുഖമായിട്ട് പോയി, ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് പോയി. ഞാൻ വിചാരിച്ചു ഇനി ഒരു 4 മണിക്കൂർ ഞാൻ വീണ്ടും ഇത് കാണുമായിരുന്നു. അത്രയ്ക്ക് അടിപൊളി പടമായിരുന്നു. ബാക്കി അതേപോലത്തെ പടമായിരുന്നു ഇതും. പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക. കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയണില്ല. കാര്യം ഇതിലിപ്പം നമ്മളൊരു വാക്ക് പറഞ്ഞാൽ തന്നെ സ്പോയിൽഡ് ആവും. അത് കാര്യം നമുക്ക് അത് പറയാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് വാക്കുകൾ സ്പോയിൽഡ് ആവാത്ത കാര്യം പറഞ്ഞാൽ ഫൈറ്റിനെ പറ്റി, ആക്ടിങ്ങിനെ പറ്റി പറയാൻ പറ്റും. അതുകൊണ്ട് മാത്രമേ പറയാൻ പറ്റും. ബാക്കിയൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു സ്പോയിലേഴ്സ് നല്ല വൃത്തിയാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ക്ഷമിക്കുക, എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ പോയി കാണുക നോബഡി. അപ്പോൾ എൻ്റെ റിവ്യൂ ആരും അങ്ങനെ കാണാറില്ല. ആരും കാണില്ല. ആരും കാണില്ല. അപ്പം മാക്സിമം ആരും കാണുന്ന ആൾക്കാർ, ഈ ന്യൂ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ മാത്രം കാണുന്നില്ല, വേറെ ആൾക്കാരാണ് കണ്ടിട്ട് പോകും. എൻ്റെ കണ്ടിട്ട് പൊക്കോളൂ പോകണമെങ്കിൽ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേക്കാം,
കിടില സിനിമയാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ലാങ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയായിരിക്കും, പക്ഷേ കുറേ നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ കുറേ ആൾക്കാർ വന്നിട്ട് അയ്യോ എനിക്ക് ഇഷ്ടപ്പെടില്ല, അഴിക്കപ്പെടാം, അപ്പം ഇതെന്തൊരു പടം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. കാര്യം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. സിനിമ എന്ന് പറയുമ്പോഴേ അഴുക്കാന്നുള്ള വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയരുത്. നിങ്ങൾ മാക്സിമം റിവ്യൂ കാണുക, ട്രെയിലർ കാണുക, എല്ലാം കാണുക, പോവുക. ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ എടുത്തതാണ് കോപ്പറേറ്റ് അടിച്ചു, പിന്നെ അത് റീ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് മാക്സിമം നിങ്ങൾ പോവുക, കാണുക, എല്ലാവരും നല്ല രീതിയിൽ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയുക. നല്ല നല്ല റെസ്പോൺസ് ഇതാ. പിന്നെ മാക്സിമം ഒരു കാര്യം എല്ലാവരും കൂടെ പറയാണ്, ഒരു സീനും അങ്ങനെ എടുത്ത് ഇതിലൊന്നും ഇടരുത്. കാര്യം തിയേറ്റർ മസ്റ്റ് വാച്ച് പടങ്ങളാണ്. ഇതൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വാങ്ങുന്ന ആവശ്യങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ തന്നെ ജനനായക ഇറങ്ങിയില്ല, മൊത്തം ലീക്കായി. ഇനിയിപ്പോൾ ഇറങ്ങിയ കാര്യമൊന്നുമില്ല, ഞാൻ കാണും കുറേ ആൾക്കാർ. ഇപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ കൂട്ടനൊക്കെ അങ്ങ് പോയി തിയേറ്ററിൽ പോയി കാണുന്നതിരിക്കുകയാണ്. ഞാനും കണ്ടില്ല സിനിമയൊന്നും പറഞ്ഞത്. അത് മാക്സിമം നിങ്ങൾ ആരും വെളിയിൽ നിന്ന് തിടരുത് ഇതേപോലത്തെ ഈ സീൻസ് ഒന്നും. അതൊക്കെ ഓരോ ആൾക്കാരെ അവർ കഷ്ടപ്പെട്ട് മഴയും വെയിലത്തും എല്ലായിടത്തും ഷൂട്ട് ചെയ്ത് എത്രയോ ദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടാണ് അവർ എന്തോന്ന് ഒരു സിനിമ എടുക്കുന്നത്. ഒരു നല്ല കൂടിയ ബഡ്ജറ്റ് സിനിമ എടുത്തിട്ട് നിങ്ങൾ ഈ ഇത്രയും കൂടിയ ബഡ്ജറ്റുള്ള സിനിമയൊക്കെ എടുത്ത് നിങ്ങളിങ്ങനെ ഇടും. അപ്പം ആൾക്കാർ അത് കാണുമ്പോഴേ മെയിൻ സീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സീൻസ് ആയിരിക്കും. അയ്യോ സ്പോയിലർ ആയി, ഞാൻ പോകണില്ല. അപ്പം അവർക്ക് എന്താണ് അതിലുണ്ടാവുന്നത്? അവർ എടുത്ത സിനിമ കുറച്ചുകൂടി കാണണമെന്നാണ് അവരുടെ. ആരും കണ്ടില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളാണ് അതിനെല്ലാം നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഡയറക്ടർ ആവുക എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുവരുന്ന സാധനം ഒരാൾ സ്പോയിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മാക്സിമം ഞാൻ ഉപദേശമായിട്ട് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ മാക്സിമം സ്പോയിൽ ചെയ്ത് മാക്സിമം മറ്റുള്ള ആൾക്കാരെ പോയി തിയേറ്ററിൽ ഇരുന്ന് വാച്ച് ചെയ്യാൻ, തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരും ഒന്നും ചെയ്ത് ടൈറ്റിൽ കാർഡ് പ്രത്യേകം എൻട്രി അതൊക്കെ ഓക്കെ, വേറെ ഒന്നും അതിന് തരില്ല. ഞാൻ ടൈറ്റിൽ കാർഡൊക്കെ എടുക്കുന്ന ആളാണ്, വേറെ ഒന്നും എടുക്കരുത് പ്ലീസ്. നന്നായി വരും. പ്രൈസ് ആപ്പ് എല്ലാവരും പോയി കണ്ടോ. എല്ലാം പടമാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളി പടമാണ്, പോയി കണ്ടോ. എന്തായാലും ബൈ.